പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൂടുതൽ നടപടിക്ക് സാധ്യത തെളിയുകയാണ്. വെള്ളത്തിൽ മാരകമായ തോതിൽ അമോണിയയും സൾഫേറ്റും ഉണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ആ കൂട്ട മത്സ്യക്കുരുതിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതൊക്കെ ഒരു റൊട്ടീൻ ചെക്കപ്പ് അല്ലെങ്കിൽ സ്ഥിരമായി അതിലൊരു പരിശോധന നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലല്ലേ ഈ റിപ്പോർട്ട് വരുന്നത്? എൽദോ, മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ് ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഏത് റിപ്പോർട്ട് വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയും വേണ്ട. കാരണം അവരുടെ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഒരു കാലത്തും കൃത്യമായ രീതിയിലേക്ക് ഉണ്ടായിട്ടില്ല. പെരിയാറിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതാണ്. വളരെ പരിമിതമായ രീതിയിൽ മാത്രമാണ് അവരുടെ ഇടപെടൽ. ഇത്തരം നോട്ടീസുകളും കാര്യങ്ങളും എല്ലാം പേരിനെ പുറപ്പെടുവിക്കും. അത് സാങ്കേതികമായി അത് നിലനിൽക്കുകയും ചെയ്യും. നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ എന്താ നടപടി എന്ന കാര്യത്തിൽ പിന്നീട് വലിയ പ്രോഗ്രസ് ഒന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുമില്ല. അതുതന്നെയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്ന മത്സ്യക്കുരുതിക്കും കാരണമായിട്ട് പറയുന്നത്. കാരണം അന്ന് പരിസ്ഥിതി പ്രവർത്തകർ തൊട്ട് തലേ ദിവസം തന്നെ ഇങ്ങനെയൊരു സാധ്യതയുണ്ട്, ഇവിടെ നിന്ന് വെള്ളമൊഴുക്കാനും ഈ മഴ കനക്കുമ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്നത് പോലെ ഇത്തരം നടപടികളിലേക്ക് കമ്പനികൾ പോകാൻ സാധ്യതയുണ്ട്. അതിൽ ജാഗ്രത പാലിക്കണം, അവർക്ക് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നൽകണമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഒപ്പം ഇന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു ഇന്നലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വിഷവാതകത്തിൻ്റെയോ രാസമാലിന്യത്തിൻ്റെയോ സാന്നിധ്യമൊന്നും കണ്ടെത്താനായില്ല എന്നാണ് അവർ പറയുന്നത്. പറയുന്ന ഒരു കാര്യം, ഓക്സിജൻ ലെവല് കുറഞ്ഞു. വളരെ പെട്ടെന്ന് ഷട്ടറുകൾ തുറന്നതുകൊണ്ട് ഓക്സിജൻ ലെവല് കുറയാനുള്ളൊരു കാരണത്തിലേക്ക് വന്നു എന്നാണ്. ജലസേചന വകുപ്പ് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നു എന്ന കുറ്റപ്പെടുത്തലും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അപകടകരമായി കണ്ട രാസവസ്തുക്കൾ പുറത്തേക്ക് ഒഴുക്കുന്ന അന്ന് അവരുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ട അലൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി കുഫോസിൻ്റെ പഠന റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ കണ്ടെത്തിയത് അവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഗുരുതരമായ അളവിൽ തന്നെ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയെന്നതാണ്. അതേസമയം PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കണ്ടെത്തിയിരുന്നുമില്ല. കുഫോസ് പരിശോധിച്ചതിൽ വളരെ കൃത്യമായി അതിൽ അടങ്ങിയിരിക്കുന്ന രാസമാലിന്യങ്ങൾ ഏതെല്ലാമെന്ന് പറയുന്നു. അത് പെരിയാറിലും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ശേഖരിച്ച മത്സ്യങ്ങളിലുമെല്ലാം ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ അളവിൽ രാസമാലിന്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. കുഫോസിൻ്റെ റിപ്പോർട്ട് തീർച്ചയായും വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടും. അവർക്ക് ആ ശേഖരിച്ച സാമ്പിളുകളിലെ രാസമാലിന്യം മാത്രമേ അവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് എവിടെ നിന്ന് വന്നുവെന്നോ എപ്പോഴൊഴുക്കിയെന്നോ എന്നതിനെക്കുറിച്ച് അവർ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട ഏജൻസിയെ മലിനീകരണ നിയന്ത്രണ ബോർഡും മറ്റ് ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനങ്ങളുമൊക്കെയാണ്. അത്തരം കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുഫോസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, അവരുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അതിൽ മറ്റു നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരും പ്രത്യേകിച്ച് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, വിവിധ വകുപ്പുകൾ ഏകോപിച്ചിട്ടുള്ളൊരു കമ്മിറ്റി തന്നെയാണ് ഇത് പഠനം നടത്തുന്നത്. അപ്പോൾ അവർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി, ഇത് അത്ര നിസ്സാരമായി ഒരുപക്ഷെ പെരിയാറിന്റെ തീരത്തുള്ളവർക്കെങ്കിലും കരുതാൻ കഴിയില്ല. അത്രമാത്രം ഗുരുതരമായിട്ടുള്ള അനാസ്ഥ അവിടെയുണ്ട്. പെരിയാർ എന്നുള്ളത് അത്രയും വ്യാപിച്ച് ഉള്ള ഒരു നദി. ആ നദീതീരത്തുള്ള ഒരുപാട് പേർ ഇത്രയും മലിനമാണ് പെരിയാർ എന്നുള്ളത് നമ്മൾ ദിനം പ്രതി നമുക്ക് നേരിട്ടുള്ള കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും രാസമാലിന്യം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഈ കുഫോസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ ഏത് തരത്തിലായിരിക്കും തുടർ നടപടികൾക്കായി അതിന് മാനദണ്ഡമാക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ സർക്കാർ ഈ കുഫോസിന്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടോ? എൽദോ, നിലവിലെ സാഹചര്യത്തിൽ കുഫോസിനെ കൂടി ഇതിൽ അന്വേഷണത്തിൽ, അതായത് ഇതിൻ്റെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് സംബന്ധിച്ച് അവരോട് കൂടി റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുന്നൊരു കാരണമുണ്ട്. അപ്പോൾ അത് വിലക്കെടുത്തേ പറ്റുകയുള്ളൂ. കാരണം അത് സർക്കാരിനെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അവിടെ ഇത്രയും അളവിൽ, കൂടിയ അളവിൽ
രാസമാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം നാളിതുവരെ കാണാത്ത ഒരു കൂട്ടക്കുരുതി, മത്സ്യങ്ങളൊരു ചാവുകര എന്ന രീതിയിലേക്ക് അതെല്ലാം പെരിയാറ് മാറുന്നൊരവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോൾ അത് കണക്കിലെടുത്തേ പറ്റൂ. മാത്രവുമല്ല, പെരിയാറ് പല നിറങ്ങളിൽ നമ്മൾ ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വെളുത്ത നിറത്തിൽ പോലും, ഏതാണ്ട് പാൽ നിറത്തിൽ പോലും ഈ പെരിയാർ ഒഴുകുന്ന കണ്ട്. അങ്ങനെയൊന്നും ഒരു നദിയും ഇതുവരെ ഒഴുകിയിട്ടില്ല. കാരണം ഇത് ഏത് നിറം എന്ന് വരെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം എല്ലാ നിറത്തിനും അപ്പുറം രാസമാലിന്യങ്ങൾ വന്നഴിഞ്ഞ് പുതിയ നിറത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലെല്ലാം തന്നെ അവിടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്ര കണ്ട മലീമസമാണ്, അത്ര കണ്ട വിഷയങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ കർശനമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സർക്കാർ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിന് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യവസായ മന്ത്രിയുടെ ജില്ല കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. എങ്ങനെ ഏത് രീതിയിൽ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പെരിയാറിന്റെ തീരത്ത് മത്സ്യകർഷകർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നോട്ട് പോകും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ പെരിയാർ ഒഴുകുന്നത്. അപ്പോൾ ആദ്യ പ്രതികരണം തന്നെ അത് എല്ലാവരും ഞെട്ടിച്ചു. ഒരു വെള്ളം കയറിയതാണ് ഇത്തരത്തിൽ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് മന്ത്രി പറഞ്ഞതിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ